ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അതായത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോയുടെ ഒരു പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠിക്കുക, കൃത്യമായി എക്സാം എഴുതുക. ഈ ഒരു എക്സാം നിങ്ങൾക്കുള്ളതാണ്, ഒരു ഡൗട്ടും ഇല്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്താ ഈ ഒരു കോട്ട് നോക്കിക്കേ, യുവർ ഫോക്കസ് ഡിറ്റർമൈൻസ് യുവർ റിയാലിറ്റി. അതായത് നിങ്ങൾ എന്തിലേക്കാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് പിന്നീട് യാഥാർത്ഥ്യമായി മാറും. ശരിയല്ലേ? നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, കോൺഫിഡൻസ് കളയാതെ പഠിക്കുക. ചില ദിവസം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇടയ്ക്കൊരു കാരണങ്ങളൊക്കെ വന്ന് നമ്മുടെ പഠിത്തം ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. അപ്പോൾ വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയുക, പഠിക്കുക, എക്സാമുകൾ എഴുതുക, അവസാനം പരീക്ഷ എഴുതി ആ റിസൾട്ട് കാത്തിരിക്കുന്ന, ആ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് കാത്തിരിക്കുന്ന സമയം വരെ നമുക്ക് എപ്പോഴും ആൻസൈറ്റി ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും ഡൗട്ട് വിചാരിക്കരുത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാര്യം അത്രത്തോളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായി സിലബസും തന്നിട്ടുണ്ട്. സിലബസ് തന്നിട്ടുള്ള എക്സാം എല്ലാം വളരെ സിമ്പിളാണ്. കാര്യം ആ സിലബസിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ആ പ്രത്യേകിച്ചും നിയമങ്ങൾ പഠിക്കുമ്പോൾ, നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തൊന്നും വരത്തില്ല. വേറെ ഒരു ചോദ്യം ഇതിനകത്ത് വരാൻ പോകുന്നില്ല. നിയമങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഇപ്പം സെക്ഷൻ 62 അല്ലെങ്കിൽ റൂള് 50 അല്ലെങ്കിൽ 8 എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇന്ന കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അല്ലാതെ കാണാതെ പഠിച്ചു വെക്കേണ്ട, കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. അപ്പം വലിയ പ്രയാസം ഇല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പോയിന്റിനെ മനസ്സിലാക്കി പഠിച്ചാൽ ഏത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിക്കോട്ടെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഓടാൻ കുറേ ആൾക്കാരുണ്ട്. ഇതൊരു മത്സര പരീക്ഷയാണ്, ഇതൊരു ഓട്ട മത്സരമാണ്. ഏറ്റവും നന്നായിട്ട് എന്ന് വെച്ചാൽ പവർ ഉള്ളവരല്ല, അറിവുള്ളവർ മാത്രമല്ല വിജയിക്കുന്നത്. ഓടാൻ അറിയാവുന്നവർ, ആ ടൈമിനുള്ളിൽ ഓടാൻ അറിയാവുന്നവരാണ് എങ്ങനെ ഒരു മത്സരത്തിൽ, ഓട്ട മത്സരത്തിൽ വിജയിക്കുന്നത്. അതുപോലെയാണ് നമ്മളൊരു PSC അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന സമയത്തും. അതുകൊണ്ട് നിങ്ങൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ എഴുതുന്ന സമയത്ത് ഓട്ട മത്സരമാണെന്നും നമ്മളെ പിന്നിലാക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് ഓടുന്നുണ്ടെന്നും അവർക്ക് മുന്നിലേക്ക് നമ്മൾ ഓടണം. ഒരാൾ 10 മണിക്കൂർ പഠിക്കുന്ന ഒരാളുണ്ട്, അവർ കഠിനാധ്വാനം ചെയ്ത്, അതായത് സ്മാർട്ട് വർക്ക് ചെയ്ത് 10 മണിക്കൂർ പഠിക്കുന്നെങ്കിൽ അവർ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി നമ്മളെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ടൈം ടേബിൾ തരുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ആപ്പിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ടൈം ഉള്ളവരാണോ നിങ്ങൾ അതും കൂടി എഴുതുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാസ്റ്റർ കെ അക്കാഡമി ഏത് കോഴ്സ് എടുത്താലും നമ്മൾ 1ാം റാങ്ക് നമ്മൾ തന്നെയാണ് നേടുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ആണ് നേടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും 1ാം റാങ്ക് നേടാനായിട്ട് പറ്റണം. നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിൽ വരുന്നൊരവസ്ഥ ഉണ്ടാവണം. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരെയും എത്തിക്കട്ടെ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, വരൂ. വാ, ഇന്ന് നമുക്ക് സമയമില്ല കേട്ടോ. ഓക്കെ, സെക്ഷൻ 62 ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് സെക്ഷൻ 63 പഠിക്കാനുള്ളൂ, സെക്ഷൻ 62 പഠിക്കാനില്ല. പക്ഷേ ഈ സെക്ഷൻ 62ൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് റൂൾ 59 പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സെക്ഷൻ 62 പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് റൂൾ 59 ഓക്കെ, നോക്കിക്കേ. സെക്ഷൻ 62, ഈ 62 പറയുന്നത് എംപ്ലോയീസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു ഗ്രാറ്റുവിറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന്, ജോലിക്കാർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് എന്ത് കിട്ടും? ഗ്രാറ്റുവിറ്റി കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എവിടെയാണ്? റൂൾ 59ലാണ്. റൂൾ 59ലാണ്. നോക്കിക്കേ, എത്ര റേറ്റും കോൺട്രിബ്യൂഷൻസും. ദ റേറ്റ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഗ്രാറ്റുവിറ്റി ഷാൾ ബി ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ റൂൾസ്. റൂള് 59ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഗ്രാറ്റുവിറ്റിയുടെ കണ്ടീഷൻസും, എത്ര രൂപയാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ റേറ്റ് എത്രയാണ് എന്നതിനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? റൂൾ 59. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 62. ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് പറയുന്ന കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 62. ഇതിന്റെ കണ്ടീഷൻസ്, എത്ര റേറ്റിലാണ് കൊടുക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് എവിടെയാണ്? റൂൾ 59ലാണ്. നമുക്കപ്പോൾ നോക്കാം, നിങ്ങളൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലിക്ക് പോകുന്ന സമയത്തെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്ന്. നമുക്ക് പഠിച്ച് തന്നെ പോവുകയാണ്. നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് ജോലിയിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇന്ന സെക്ഷനകത്ത് ഇന്ന റൂളിനകത്ത് പറയുന്നുണ്ടല്ലോ ഇത്ര ഗ്രാറ്റുവിറ്റി എനിക്ക് കിട്ടുമെന്ന്, എനിക്ക് എന്താ കിട്ടാത്തത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതിന് എന്ത് വേണം?
അറിവ് വേണം. അറിവുള്ളവനെ ആർക്കും പരാജയപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദെൻ നോക്കിക്കേ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് പറയുന്നത്. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഫോർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ഇൻ ബൈലോസ് ആൻഡ് ഫ്രെയിം റെഗുലേഷൻസ് ഫോർ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ. ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും അവരുടെ നിയമാവലിയിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, അവരുടെ നിയമാവലിയിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെ പ്രൊവിഷൻസിലാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസിനെ കുറിച്ചും എവിടെ പറയുന്നുണ്ട്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അവരുടെ ബൈലോയ്ക്കകത്ത് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പറയുന്നുണ്ട് റൂൾ 59 സബ് റൂൾ 1 പ്രകാരം ആൾ മന്ത്ലി റൂൾ 59 സബ് റൂൾ 1 പ്രകാരം ഓൾ മന്ത്ലി പെയ്ഡ് എംപ്ലോയീസ് ഓൺ ദ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഷാൾ ബി എലിജിബിൾ ഫോർ ഗ്രാറ്റുവിറ്റി. സ്ഥിരമായ നിയമനത്തിലുള്ള ജോലിക്കാർക്ക് മാത്രമേ, എംപ്ലോയീസിന് മാത്രമേ എന്തിന് അർഹതയുള്ളൂ, ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ. അതാണ് പറയുന്നത് റൂൾ 59 എന്താണ് പറയുന്നത്, ഓൾ മന്ത്ലി പെയ്ഡ് എംപ്ലോയീസ് ഫോർ ഓൺ ദ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഷാൽ ബി എലിജിബിൾ ഫോർ ഗ്രാറ്റുവിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 62 ആണെന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കണ്ടീഷൻസ് പ്രകാരമാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് എന്ന് പറയുന്നത് എവിടെയാണ്, റൂള് 59 റൂൾ 59 പ്രത്യേകം പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിയമാവലിക്കകത്ത് കൃത്യമായി പെർമനന്റ് എംപ്ലോയീസിന് എത്ര രൂപ ഗ്രാറ്റുവിറ്റി ഇനത്തിൽ കൊടുക്കണം എന്നതിനെക്കുറിച്ചും എന്തെല്ലാം കണ്ടീഷൻസ് ആണ് വേണ്ടത് എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. റൂള് 59 1 പറയുന്നത് പെർമനന്റ് എംപ്ലോയീസിന് മാത്രമേ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ. ഓക്കെ ആണേ. ദെൻ അടുത്തത് റൂൾ 59 സബ് റൂൾ 2 സർവീസ് റിക്വയർമെന്റ്സ്. അതായത് ഒരു എംപ്ലോയി, ഒരാൾ ജോലിക്ക് കയറി എത്ര നാൾ സർവീസ് ചെയ്താൽ, ഇപ്പൊ റൂള് 59 പറയുന്നത് എന്താണ്, സർവീസ് റിക്വയർമെന്റിനെ കുറിച്ചാണ്. നോക്കിക്കേ, എംപ്ലോയീസ് മസ്റ്റ് ഹാവ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി സർവീസ് ടു ക്വാളിഫൈ ഫോർ ഗ്രാറ്റുവിറ്റി. ഈ റൂള് 59 പറയുന്നു സർവീസ് റിക്വയർമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. എത്ര നാൾ വർക്ക് ചെയ്താൽ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും എന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആര്, റൂള് 59 ദെൻ 59 പറയുന്നു മിനിമം സർവീസ് റിക്വയർമെന്റ്. അപ്പം റൂള് 59 ഇതിപ്പോ സബ് റൂളുകൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഇതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പം റൂൾ 59 പറയുന്നത് പെർമനന്റ് എംപ്ലോയീസിനാണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളത്. എന്നാൽ റൂള് 59 സബ് റൂൾ 2 എന്താ പറയുന്നത്, നോക്കിക്കേ, കണ്ടിന്യൂസ് ആയിട്ട് മസ്റ്റ് ഹാവ് കണ്ടിന്യൂസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി സർവീസ്. സ്ഥിരമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും കൃത്യമായ സർവീസ് ഉള്ളവർക്കുമാണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളത്. എന്നാൽ റൂൾ 59 സബ് റൂൾ 3 പറയുന്ന നോക്കിക്കേ, മിനിമം സർവീസ് റിക്വയർമെന്റ്. ഇപ്പം ഓൾറെഡി സർവീസിനെ കുറിച്ച് 2 പറഞ്ഞു, റൂള് 59 സബ് റൂൾ 2 പറഞ്ഞു. റൂൾ 59 സബ് റൂൾ 3 എന്താണ് പറയുന്നത്, മിനിമം എത്ര നാൾ വേണം. ഓക്കെ, ആൻ എംപ്ലോയി ഹു ഹാസ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 5 വർഷം സാറ്റിസ്ഫാക്ടറി സർവീസ് ഉണ്ടായിരിക്കണം. 5 വർഷം കൃത്യമായി ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ സ്ഥിരമായി 5 വർഷം ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയി ഉണ്ടായിരിക്കണം. ഷാൾ സർവീസ് എലിജിബിൾ ഫോർ ഗ്രാറ്റുവിറ്റി. അദ്ദേഹത്തിന് എന്താണ്, ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു. 1 പെർമനന്റ് എംപ്ലോയി ആയിരിക്കണം, 2 സർവീസ് ഉണ്ടായിരിക്കണം, കണ്ടിന്യൂസ് സർവീസ് ഉണ്ടായിരിക്കണം. 3 പറഞ്ഞത് മിനിമം 5 വർഷം തുടർച്ചയായി ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയി ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ്. ഇനി ഇത് കൂടാതെ എന്തൊക്കെയാണെങ്കിൽ പോലും എന്ത് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദ ഫോളോയിങ് കണ്ടീഷൻസ് കൂടി നോക്കണം. റിട്ടയർമെന്റ്, വോളണ്ടറി റിട്ടയർമെന്റ് ഓർ അതർവൈസ്, റെസിഗ്നേഷൻ, then permanent disability while in service, death while in service, in which cases gratuity shall be paid to legal heirs. ഇത്രയും കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ താഴെയുള്ള കണ്ടീഷൻസ് അദ്ദേഹം വോളണ്ടറി ആയിട്ട് റിട്ടയർമെന്റ് ചെയ്യുകയാണെങ്കിലോ, ദെൻ അതുപോലെ തന്നെ അദ്ദേഹം ഈ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിക്കുക, എനി ടൈം നമുക്ക് ആർക്കാരും എന്ത് സംഭവിക്കാമല്ലോ, മനുഷ്യന്റെ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്, അൺപ്രഡിക്റ്റബിൾ ആണ്.
ദെൻ ഒരു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അദ്ദേഹം ഡിസബിലിറ്റി ആയിപ്പോയി, അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ പറ്റത്തില്ല. അത്തരം അവസ്ഥകൾ ജീവിതത്തിൽ വരിക, അങ്ങനെ വരിക. അതുപോലെ തന്നെ ഈ നമ്മൾ സർവീസിൽ കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ലീഗൽ ഹെയർസിന് ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള അർഹതയുണ്ട്. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഇനി കേൾക്കേണ്ട കാര്യമില്ലല്ലോ മക്കളെ. സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് പറഞ്ഞത്. ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന കണ്ടീഷൻസും അതിന്റെ റേറ്റും എല്ലാത്തിനെ കുറിച്ച് പറയുന്നത്. റൂള് 59 റൂൾ 59 1 പറഞ്ഞത് നമ്മൾ പെർമനന്റ് എംപ്ലോയീസിന് മാത്രമേ നമുക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞു. ദെൻ റൂൾ 59 സബ് റൂൾ 2 പറഞ്ഞത് എന്താണ്? സർവീസ്, കണ്ടിന്യൂസ് സർവീസ് ഉള്ളവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ. എന്നാൽ റൂൾ 59 സബ് റൂൾ 3 എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ഇച്ചിരി സ്ലോയിലിട്ട് കേട്ടാൽ മതി കേട്ടോ. കാര്യം നമുക്ക് ക്ലാസ്സുകൾ കുറേ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളും കുറച്ചും കൂടി സ്പീഡിലേക്ക് വരണം. കൃത്യമായ ക്ലാസ്സുകൾ പലതവണ കേൾക്കണം. ലോയല്ലേ, ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. ഓക്കെ, കഥ പറയാൻ സമയമില്ല. സോ 59 സബ് റൂള് 2 പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം 3 എന്താ പറയുന്നത്? 5 വർഷം സ്ഥിരമായിട്ട് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയി ആയിരുന്നവർക്ക് മാത്രം, ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണോ ഉണ്ടായിരുന്നത് അവിടെ എംപ്ലോയി ആയിട്ട് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിലേ നമുക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് കുറച്ച് കണ്ടീഷൻസും കൂടി പറഞ്ഞു. ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഡിസബിലിറ്റി ആയാലോ, ദെൻ ഡെത്ത് സംഭവിച്ചാൽ ലീഗൽ ഹെയർസിനും ഗ്രാറ്റുവിറ്റി കിട്ടും. ദെൻ അടുത്ത നോക്കിക്കേ, ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷൻ. ദി ഗ്രാറ്റുവിറ്റി എമൗണ്ട് വിൽ നോട്ട് മോർ ദാൻ ഹാഫ് എ മന്ത് പേ ഓഫ് ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. മാക്സിമം ഗ്രാറ്റുവിറ്റി പേയബിൾ ഷാൾ നോട്ട് എക്സീഡ് 15 മന്ത് പേ. അപ്പൊ ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു താഴെ പറയുന്ന എമൗണ്ടിൽ അധികരിക്കാൻ പാടില്ല. ഏത് എമൗണ്ട് ആണ് നോക്കിക്കേ? ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഷാൾ നോട്ട് മോർ ദാൻ, കൂടാൻ പാടില്ല, ഹാഫ് എ മന്ത് പേ ഓഫ് ഈച്ച് കംപ്ലീറ്റഡ് ഇയർ. ഒരു വർഷത്തിലെ ഹാഫ് എ മന്ത്, ഒരു വർഷത്തിന്റെ പകുതി മാസത്തെക്കാട്ടിൽ കൂടുതൽ സാലറിയെക്കാട്ടിൽ കൂടാനായിട്ട് പാടില്ല. ഗ്രാറ്റുവിറ്റി ഒരുപാട് കൂടാൻ പാടില്ല. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ദ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഷാൾ ബി നോട്ട് മോർ ദാൻ ഹാഫ് എ മന്ത് പേ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഓരോ വർഷത്തെ സർവീസിനനുസരിച്ച് നമ്മൾ ഗ്രാറ്റുവിറ്റി കണക്ക് കൂട്ടുന്ന സമയത്ത് ഒരു മാസത്തിലെ 15 ദിവസം ഉണ്ടല്ലോ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഷാൾ നോട്ട് ബി മോർ ദാൻ ഹാഫ് എ മന്ത് പേ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. മാക്സിമം ഗ്രാറ്റുവിറ്റി പേയബിൾ ഷാൾ നോട്ട് എക്സീഡ് 15 മന്ത് പേ. 15 മാസത്തെ പേ ആവാൻ പാടില്ല. ഓക്കെ, അതാണ് അവരുടെ ഒരു ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേയബിൾ ഷാൾ നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് എലിജിബിൾ അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പം നോക്കിക്കേ, ഇത് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേയബിൾ ഒരിക്കലും, ഈ കൊടുക്കുന്ന ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് ഒരിക്കലും കൂടാൻ പാടില്ല. ഏത് നിയമപ്രകാരം? ദി എമൗണ്ട് എലിജിബിൾ അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പൊ ഗ്രാറ്റുവിറ്റിയുടെ ആക്ട് ഏതാന്ന് ചോദിച്ചാൽ 1972 ആണ്. സെൻട്രൽ ആക്ട് 39 ഓഫ് 1972 ഏത് ആക്ട് എന്ന് പറയുന്നത്? ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിനകത്താണ് ഈ പേയ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതിനകത്തും പറയുന്നത് ഈ നിശ്ചിത പരിധിയിൽ കൂടാനായിട്ട് പാടില്ല. ദെൻ അതുപോലെ തന്നെ എലിജിബിൾ അണ്ടർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണോ ഇത്, ഈ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ പകുതി സാലറിയെക്കാട്ടിലും കൂടാൻ പാടില്ല. അത് ഒരു വർഷത്തേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് കണ്ടീഷൻ. ഓക്കെ, ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി പേയബിൾ ഷാൾ നോട്ട് എക്സീഡ് എമൗണ്ട് എലിജിബിൾ അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇപ്പൊ ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളല്ല ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാറ്റുവിറ്റി ഏത് റൂളിലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള കണ്ടീഷൻസ്. മിനിമം 5 വർഷത്തെ സർവീസ് ഉള്ളവർക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി കിട്ടത്തുള്ളൂ. അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ മതി. എല്ലാം അങ്ങ് കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ഉണ്ട്, 1972 ഗ്രാറ്റുവിറ്റി ആക്ട്. അത് ഓർത്ത് വെച്ചേക്കാം. ആക്ട് നമ്പർ 39. കാര്യം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ ചിലപ്പോൾ ഒരു ഓപ്ഷൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. കേൾക്കാത്തൊരു സാധനമായിട്ട് തോന്നരുത്. ഓക്കെ, ദെൻ അടുത്തത്
This applies regardless of any additional amount received from any scheme or chosen implemented by a society for gratuity purpose. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഗ്രാറ്റുവിറ്റി നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ റിട്ടയർ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ എനി ടൈം നമുക്ക് തരുന്നുണ്ട്. ഇപ്പം ഈ ഒരു നമ്മളൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ജോലിക്കായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു LIC പോളിസിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കീമിനോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം അങ്ങനെ അത് മെച്ചുറായി, നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന സമയത്ത് അത് മെച്ചുറാകുമ്പോൾ ആ കിട്ടിയ എമൗണ്ട് സൊസൈറ്റിക്ക് നമുക്ക് വേണ്ടി ചേർന്ന നമുക്ക് വേണ്ടി ഒരു സ്കീമിൽ ചേർന്നു. ആ ഒരു സ്കീം മെച്ചുറായി, നമുക്ക് റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് അത് മെച്ചുറായി. അപ്പോൾ ആ സ്കീമിൽ ചേർന്ന മുഴുവൻ പൈസയും നമുക്ക് തരത്തില്ല. കാരണം എന്താണ്? നമുക്ക് എത്ര രൂപയുടെ എലിജിബിലിറ്റി ആണോ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഹാഫ് എ മന്ത് സാലറിയെ അധികരിക്കാനായിട്ട് പാടില്ല, മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ 15 മാസത്തെ സാലറി കൂടാൻ പാടില്ല, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞല്ലോ. ഈ കണ്ടീഷൻസ് പ്രകാരം നമുക്ക് എത്ര രൂപയ്ക്ക് അർഹതയുണ്ടോ ആ ഒരു തുക മാത്രമേ കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ എത്ര രൂപ ഈ സ്കീം വഴി കിട്ടിയാലും അത് ആർക്കുള്ളതാണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലിക്ക് കയറി. അപ്പം എനിക്ക് ഗ്രാറ്റുവിറ്റി എമൗണ്ട് ആയിട്ട് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് റിട്ടയർ ആവുന്ന സമയത്ത് ഒരു എമൗണ്ട് സൊസൈറ്റി തരണമല്ലോ. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്തു? എനിക്ക് എൻ്റെ പേരിൽ ഒരു LIC, എനിക്ക് ഗ്രാറ്റുവിറ്റി റിട്ടയർ ആകുമ്പോൾ തരാൻ വേണ്ടിയിട്ട് ഒരു LICക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജോയിൻ ചെയ്തു. എന്നതിന് ശേഷം എനിക്കിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്കൊരു 3 ലക്ഷം രൂപയാണ് ഗ്രാറ്റുവിറ്റി എനിക്ക് മൊത്തത്തിൽ എല്ലാം കൂടി കൂട്ടി കിട്ടേണ്ടതെന്ന് വെച്ചോ, 5 വർഷത്തെ കിട്ടേണ്ടതെന്ന് വെച്ചോ, 3 ലക്ഷം രൂപയാണ്. അപ്പം ഈ LIC മെച്ചറായ സമയത്ത് 5 ലക്ഷം രൂപ കിട്ടി. സൊസൈറ്റിയാണ് ചേർന്നത്, എനിക്ക് വേണ്ടി ചേർന്നതാ, 5 ലക്ഷം കിട്ടി. അപ്പോൾ ഈ 3 ലക്ഷം മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. ബാക്കി 2 ലക്ഷം എവിടെ പോകും? സൊസൈറ്റിയിലേക്ക് പോകും. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? It applies regardless of any additional amount received from any scheme chosen or implemented by a society for gratuity purpose. ഗ്രാറ്റുവിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതെങ്കിലും ഒരു സ്കീമിൽ ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കീമിൽ നിന്ന് എത്ര രൂപ അധികം കിട്ടിയാലും കറക്റ്റ് കൊടുക്കേണ്ട പൈസ മാത്രമേ ആ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ കൊടുക്കുകയുള്ളൂ. ബാക്കി അഡീഷണൽ കിട്ടുന്ന ബാലൻസ് എമൗണ്ട്, ആ ഡിഫറൻസ് കിട്ടിയ എമൗണ്ട് സൊസൈറ്റിയിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അതിനാർക്കും ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം എന്താ? ഓൾറെഡി നമുക്ക് നിയമത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാറ്റുവിറ്റിക്ക് ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഇത്ര ഒരു നമ്മൾ പറയുന്നുണ്ട്, ഹാഫ് എ മന്ത് സാലറി കൂടുതൽ നമുക്ക് കൊടുക്കാനായിട്ട് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ പറ്റത്തില്ല. ആ ഒരു നിയമം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയി ആണ്, ഇപ്പം ഇത്രയും രൂപ LIC നിന്ന് കിട്ടിയല്ലോ, അപ്പോൾ എനിക്കിത് തന്നുകൂടെ എന്ന് നമുക്ക് സൊസൈറ്റിയിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് കിട്ടാൻ അർഹതയില്ല. ഇതാണ് നമ്മൾ ഗ്രാറ്റുവിറ്റിയെ കുറിച്ച് പഠിക്കേണ്ട കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായോ? ആണോ? കാര്യങ്ങൾ മനസ്സിലായോ? വ്യക്തതയായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു 3-4 മാർക്കിന് ചോദ്യം വരാതെ ഈ ഒരു ഒരിക്കലും ഒരു എക്സാം ഉണ്ടാവില്ല. കാര്യം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിറ്റ്. കണക്കുകൾ എങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നു, പ്രവർത്തനം നടക്കുന്നു, അതുപോലെ തന്നെ കണക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ, ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുക. നിങ്ങൾ എപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരു ബോട്ടിലിനകത്ത് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളമോ കൊണ്ടുവച്ചേക്കണം. എന്നിട്ട് കുറച്ചായിട്ട് കുടിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് എടുത്ത് കുടിക്കരുത്. ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എഴുന്നേറ്റ് പോകേണ്ടി വരും. അതുകൊണ്ട് ഇച്ചിരിച്ച വെള്ളം നിങ്ങൾ കുടിക്കണം. അപ്പം നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു ശരീരത്തിൽ ഓക്സിജൻ്റെ കുറവ് വരുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടും. പിന്നെ നമ്മൾ താല്പര്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. എനിവേ, നമുക്ക് എല്ലാവരും ഒന്ന് ഉറങ്ങിയിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ്, പെട്ടെന്നാവട്ടെ. 1 2 3 എല്ലാവരും ഉറങ്ങിയവരെല്ലാവരും എഴുന്നേറ്റ്. അപ്പം നമുക്ക് നോക്കാം ഓഡിറ്റ്. നോക്കിക്കേ, ഓഡിറ്റ് സെക്ഷൻ 63-നകത്താണ് നമ്മൾ DCയെ കുറിച്ച് പറയുന്നത്. ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63 നോക്കിക്കേ, സെക്ഷൻ 63 പറയുന്നു അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോയിന്റ് ചെയ്യുന്നു ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. DCയെ കുറിച്ച് പറയുന്ന സെക്ഷൻ DCയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63. സെക്ഷൻ 63
സബ്സെഷൻ 1 പറയുന്നത് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? നമ്മുടെ സ്വന്തം ഗവൺമെന്റ്. ദ ഗവൺമെന്റ് ഷാൾ അപ്പോയിന്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ത്രൂ എ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ എന്താ? ഒഫീഷ്യൽ ഗസറ്റ് അല്ലെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഗവൺമെന്റ് ആണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് എന്താ? കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഓഡിറ്റ് ചെയ്യാൻ അധികാരമുള്ളവരാണ് ആര്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഗവൺമെന്റ് DCAയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 63 സബ്സെഷൻ 1 നമ്മുടെ DCA അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ DCAയെ കുറിച്ച് പറഞ്ഞ സെക്ഷൻ ഏതാണ്? വേഗം പറ. DCAയെ കുറിച്ച് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 63. സെക്ഷൻ 63 സബ്സെഷൻ 1 അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അപ്പോയിന്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ത്രൂ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ദ ഡയറക്ടർ ഷാൾ ഹാവ് ജൂറിഡിക്ഷൻ ഓവർ ദ എൻറ്റയർ സ്റ്റേറ്റ്. സംസ്ഥാനം മുഴുവൻ അധികാരപരിധിയുള്ള ആളാണ് ആര്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 63 സബ്സെഷൻ 1 ഗവൺമെന്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ അധികാര പരിധി സംസ്ഥാനം മുഴുവനുമാണ്. ഓക്കെ ആണേ. ദെൻ അടുത്ത എന്താണ് പറയുന്നത്? ഇനി പറയുന്നത് എന്താണെന്ന് അറിയാമോ? 63 ക്വാളിഫിക്കേഷൻസിന്റെ എണ്ണം. ആദ്യം ആളെ അപ്പോയിന്റ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് എന്താ? 63 സബ്സെഷൻ 2 പറയുന്നു ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ്. ദ ക്വാളിഫിക്കേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൾ ബി ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾ. കൃത്യമായി റൂളിനകത്ത് റൂൾ 64 കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഒരു ഓഡിറ്ററിന് ഉണ്ടാവണം എന്നതിനെ കുറിച്ച്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസും ഇദ്ദേഹം എത്ര നാൾ ഓഡിറ്ററായിട്ട് തുടരണം, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് പറയുന്നത് എവിടെയാ? റൂൾ 64 നമ്മൾ ആ റൂൾ 64 കൃത്യമായി പഠിക്കും കേട്ടോ. അപ്പൊ നോക്കിക്കേ. അപ്പം സെക്ഷൻ 63 സബ്സെഷൻ 2 ക്വാളിഫിക്കേഷൻസും ടേംസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 63 ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. സെക്ഷൻ 63 സബ്സെഷൻ 2 ക്വാളിഫിക്കേഷൻ ആൻഡ് ടേംസ്. ഓക്കെ ആണേ? ദെൻ അടുത്തത് സെക്ഷൻ 63 ഡെലിഗേഷൻ ഓഫ് പവർ. ഈ DCA അദ്ദേഹത്തിന്റെ പവർ, DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനം മുഴുവനുമുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സ്ഥാപനം നല്ല, അദ്ദേഹം ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ഓഡിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. നോക്കിക്കേ, ഡെലിഗേഷൻ ഓഫ് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ പവർ ഓരോ വ്യക്തികളിലേക്ക് കൈമാറി കൊടുക്കുന്നു. അവരെ കൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ അതായത് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട. 1904 ആദ്യമായി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. ആ സമയത്ത് ഒരു രജിസ്ട്രാർ ഒറ്റയ്ക്കായിരുന്നു എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും രജിസ്ട്രാർ ഒറ്റയ്ക്കായിരുന്നു എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, ഓഡിറ്റും അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തണം. മറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് നടത്തണം എന്നായിരുന്നു അന്നത്തെ നിയമം പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ദെൻ 1969 ആയപ്പോഴേക്കും കോപ്പറേറ്റീവ്സ് പല 1912 അത് കഴിഞ്ഞിട്ട് വന്ന നിയമമാണ്. ഞാൻ വെറുതെ കഥ പറയുവാണ്, ഇല്ല. 1904 ആദ്യമായി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. പിന്നെ അതിനുശേഷം ഇതിനകത്തുള്ള ഡീമെറിറ്റ് എല്ലാം മാറ്റിക്കൊണ്ട് 1912 പുതിയ നിയമം വന്നു. ഇതിന്റെ എല്ലാ ഡീമെറിറ്റും മാറ്റിക്കൊണ്ടാണ് നമ്മുടെ 1969 നിയമം വന്നത്. ഈ 1969 നിയമം വന്നപ്പോഴേക്കും എല്ലാം മാറി. ഈ 12 ആയപ്പോഴേക്കും നമ്മുടെ രജിസ്ട്രാറിന് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ സംസ്ഥാനത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ എൻ്റെ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങോട്ട് കൈമാറി കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കണക്കുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്യൂ എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 63 സബ്സെഷൻ 3 ഡെലിഗേഷൻ ഓഫ് പവർ. The government may delegate any power of the director of cooperative audit to his subordinate officers of registrar. ഒന്നുകിൽ എങ്ങനെയാണ് നോക്കിക്കേ, ദ ഗവൺമെന്റ് മേ ഡെലിഗേറ്റ് എനി പവർ ഓഫ് DCA. ഗവൺമെന്റ് ആണെങ്കിൽ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഏതെങ്കിലും
DCAയുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ചില പവറുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് തൊട്ട് താഴെയുള്ള ഓഫീസർമാരിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് കൊടുക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഓർ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ രജിസ്ട്രാറിന്റെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. 63 അറിയാം, ഓഡിറ്റിനെ കുറിച്ചാണ്. DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണെന്നും 63(1)നകത്ത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു എന്നും 63(2)നകത്ത് ക്വാളിഫിക്കേഷൻസും ടേംസിനെ കുറിച്ചും റൂൾ 64 പറയുന്നുണ്ടെന്നും പറഞ്ഞു. 63(3) പറയുന്നത് ഡെലിഗേഷൻ ഓഫ് പവർ, ഗവൺമെന്റ് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒന്നുകിൽ അവിടുത്തെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിന്, DCAയുടെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിന്, അതല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിലെ ഓഫീസേഴ്സിന്. ദെൻ അതുപോലെ അടുത്തയാണ് ഓഡിറ്റ് റൂൾ 63 സബ്സെഷൻ 4 പ്രകാരം റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഭരണസമിതിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിനകത്തെ കോർ പോയിന്റ്, ഒരു മാർക്ക് ഉറപ്പായും ചോദ്യം വരും. ആരുടെ ഉത്തരവാദിത്തമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത്? ആരുടെ ഉത്തരവാദിത്തമാണ്? ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പഠിച്ചു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് ഭരണസമിതി. ഭരണസമിതിയുടെ കാലാവധി കഴിയും മുമ്പേ ഭരണസമിതിയുടെ ഇലക്ഷൻ നടത്തി ഭരണസമിതി വന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ സ്വമേധയാൽ എന്ത് ചെയ്യും? ഒരു താൽക്കാലിക ഭരണസമിതിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? കാര്യം എന്ന് വെച്ചാൽ എന്താ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നട്ടെല്ലാണ് ഭരണസമിതി എന്ന് പറയുന്നത്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായി ഓഡിറ്റ് നടത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആരുടെ ഉത്തരവാദിത്തമാണെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ ആരുടെ ഉത്തരവാദിത്തം? ഭരണസമിതിയുടെ ഉത്തരവാദിത്തം, മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് കഴിഞ്ഞാൽ, ഒരു സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് ഒരു മാസത്തിനകം, ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് ഒരു മാസത്തിനകം അവിടുത്തെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതല്ല എന്നുണ്ടെങ്കിൽ ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ? നമ്മൾ പറയുന്ന പേരാണ് സെക്രട്ടറി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സാമ്പത്തിക വർഷം അവസാനിച്ച് ഒരു മാസത്തിനകം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഭരണസമിതിയെ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, ഞാൻ ഈ കണക്കും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടേ, നിങ്ങളിത് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആക്യുറസി ഒന്ന് പരിശോധിക്കണം കേട്ടോ ഭരണസമിതി. എന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാമ്പത്തിക വർഷം അവസാനിച്ചതിന് ശേഷം ഒരു മാസത്തിനകം, എത്ര മാസത്തിനകം മക്കളെ? ഒരു മാസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ നമ്മുടെ സെക്രട്ടറി കണക്കും കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഭരണസമിതിയെ ഏൽപ്പിക്കുന്നു. ഭരണസമിതിയോട് പറയുന്നത് എന്താ? നിങ്ങൾ ഇതിന്റെ ആക്യുറസി ഒന്ന് പരിശോധിക്കൂ. അതിനായി 15 ദിവസമാണ് എടുക്കുന്നത്. 15 ദിവസത്തിനകം ഇവർ ആക്യുറസി പരിശോധിച്ചിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്ററിന്റെ അടുത്തേക്ക് ഇത് കൊണ്ടുപോകണം. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ അല്ലേ? അപ്പം അങ്ങനെ എന്നിട്ട് ഈ ഒരു ഭരണസമിതിക്ക് കാര്യങ്ങളെല്ലാം 15 ദിവസത്തേക്ക് ആക്യുറസി പരിശോധിക്കാനായിട്ട് കൊടുക്കുന്നു. ഈ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് എന്ത്? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത്. കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ അതാ നമ്മൾ പറഞ്ഞത്. എന്താ പറഞ്ഞേ? നോക്കിക്കേ, 63(4) പറയുന്നു, സെക്ഷൻ 63 സബ്സെഷൻ 4 പറയുന്നു, ഓഡിറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ദ മാനേജിംഗ് കമ്മിറ്റി മസ്റ്റ് എൻഷുർ ദ അക്കൗണ്ട്സ് ഓഫ് ദ എവരി സൊസൈറ്റി ഓഡിറ്റർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ. വർഷത്തിലൊരിക്കൽ ഉറപ്പായിട്ടും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കൃത്യമായി ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കുന്ന ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. വർഷത്തിൽ ഒരു തവണ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്തിരിക്കണം. ഇത് കൃത്യമായി ആര് ചെയ്തോണം? ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. ദെൻ എന്താണ്? ദ ഓഡിറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 6 months ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനകം ഓഡിറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ വീണ്ടും ഒന്നും കൂടി പറയുകയാണ്, സെക്ഷൻ 63 സബ്സെഷൻ 4 മക്കളെ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ഓഡിറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന സെക്ഷൻ 63 സബ്സെഷൻ 4. ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ആണേ?
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം ഓഡിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം? ഭരണസമിതിയുടെ ഉത്തരവാദിത്തം. കാര്യം മനസ്സിലായോ?